ഫ്രണ്ട്സ്, ഈ പറ്റില്ല എന്ന് പറയേണ്ട സ്ഥലങ്ങളിൽ പറ്റില്ല എന്ന് തന്നെ നിങ്ങൾക്ക് പറയാൻ കഴിയാറുണ്ടോ? അതോ ഇനി മറ്റുള്ളവരെ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വിഷമങ്ങൾ മുഴുവൻ നിങ്ങൾ ഏറ്റെടുക്കാറുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ തന്നെ സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെന്നതിന് പുറമേ തന്നെ നിങ്ങൾ പീപ്പിൾ പ്ലീസിങ്ങിൻ്റെതായിട്ടുള്ള ഒരു കുടുക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ പീപ്പിൾ പ്ലീസിങ് എന്നതല്ലേ? പീപ്പിൾ പ്ലീസിങ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലൊരാളായി മാറാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ തന്നെ സമാധാനം നഷ്ടപ്പെടുത്തി മറ്റുള്ളവരുടെ അപ്രൂവൽ തേടുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഒപ്പീനിയനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു ഫ്രീഡം ആയിരിക്കില്ല, അതൊരു തടവറ തന്നെയാണ്. ഈ എല്ലാവരെയും സന്തോഷിപ്പിച്ച് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു ദിവസം വന്നു ചേരും. കാരണം നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ എത്ര നല്ല ആൾ ആകാൻ ശ്രമിച്ചു കഴിഞ്ഞാലും എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാകണമെന്നില്ല. ഇനിയിപ്പോൾ നല്ല ഒരാൾ എന്ന നിലയിൽ തന്നെ നമുക്ക് വിമർശനങ്ങൾ കേൾക്കേണ്ടതായിട്ടും വരും. അപ്പോൾ ഇതിനെയൊക്കെ ഓവർകം ചെയ്യുവാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കേൾക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ആ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു സെൽഫ് വർത്ത് ബിൽഡ് ചെയ്യുക. അതായത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് തന്നെ ചോദിച്ചു നോക്കുക, എനിക്ക് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഉത്തരം എന്താണ്? യെസ് ഓർ നോ? നോ എന്നാണെങ്കിൽ നിങ്ങൾ നിരന്തരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്ത് വരുമ്പോൾ അവസാനം നിങ്ങളിൽ ഒരു സെൽഫ് വർത്ത് അങ്ങോട്ട് ബിൽഡപ്പ് ചെയ്യുവാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇഷ്ടമാകുന്ന, അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിയുന്ന ഒരു ദിവസം വരും. നിങ്ങൾ നിങ്ങളെ തന്നെ സ്വീകരിക്കുന്ന ദിവസം പുറത്തു നിന്നുള്ള അപ്രൂവലിൻ്റെ ആവശ്യം നന്നേ കുറഞ്ഞിട്ടുണ്ടാകും. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ലേൺ ടു സേ നോ. ന്യായമായിട്ടുള്ള കാര്യങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നിങ്ങൾ ചെയ്യുക. എന്നാൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ അതിനു മുൻപിൽ നോ പറയേണ്ടതാണെങ്കിൽ നോ പറയുക തന്നെ വേണം. ഇവിടെ ഒരിക്കലും നമ്മൾ സെൽഫിഷ് ആവുകയല്ല ചെയ്യുന്നത്, നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് നമ്മൾ കാത്തു സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം കൂടി, നമ്മുടെ ജോലി എന്ന് പറയുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതല്ല. നമുക്ക് കിട്ടിയിട്ടുള്ള ജീവിതം എങ്ങനെയാണോ അത് നല്ല രീതിയിൽ മനോഹരമായി വളരെ ശരിയായി തന്നെ ജീവിച്ചു തീർക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കുക, മറ്റുള്ളവരുടെ അപ്രൂവൽ തേടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും സന്തോഷമോ സമാധാനമോ ഉണ്ടാകുമെന്ന് ഉറപ്പൊന്നുമില്ല. നമ്മൾ മനസ്സമാധാനത്തോടെ ജീവിച്ചു തുടങ്ങുന്നത് നമ്മൾ നമ്മുടെ വാല്യൂ തിരിച്ചറിയുന്ന നിമിഷത്തിലാണ്. ഓക്കെ ഫ്രണ്ട്സ്.